ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഉത്തരേന്ത്യയിലെമ്പാടും തീവ്ര ഹിന്ദുത്വവാദികളുടെ വ്യാപക അക്രമമാണ് ഇത്തവണയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് മുന്നിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയും ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തും തീവ്ര മതവാദികൾ അഴിഞ്ഞാടി. അസമിലും മധ്യപ്രദേശിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ഹിന്ദുത്വവാദികൾ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആക്രമണം നടത്തി. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസിനെതിരെ ദേശവ്യാപക പരാക്രമം നടക്കുന്നതിനിടെ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആരാധനയിൽ പങ്കെടുത്തു. വിശ്വാസികൾ ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധത്തിനിടയിലായിരുന്നു മോദിയുടെ ദേവാലയ സന്ദർശനം. വിവിധയിടങ്ങളിൽ ഇന്നലെയും ഇന്നുമായി ക്രൈസ്തവർക്കെതിരെ നടന്ന അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. വളരെ പെട്ടെന്ന്. രാജ്യവ്യാപകമായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ കടുത്ത ആശങ്കയിലാണ് സഭാ നേതൃത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് ഏൽക്കുന്ന പ്രഹരമാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കത്തയച്ചത്. ആഘോഷങ്ങൾ തകർക്കുന്ന അന്ധകാര ശക്തികളെ ഭരണകൂടം നിയന്ത്രിക്കണമെന്നതായിരുന്നു മലങ്കര സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ പ്രതികരണം. ക്രിസ്മസ് ദിനത്തിന്റെ പൊലിമ തകർക്കാനാണ് ചിലരുടെ ശ്രമം ക്ലിമിസ് കാത്തോലിക്ക ബാവ പറഞ്ഞു. യേശുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും നടക്കുന്ന അക്രമം വർദ്ധിക്കുകയാണ് എന്നാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസ് തോമസ് ജെ നെറ്റോ ഓർമ്മിപ്പിച്ചത്. ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അതിനെതിരെ അന്ധകാരത്തിൻ്റെ ശക്തി വരുന്നു. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതായ ഈ വിധ്വംസ പ്രവർത്തനങ്ങൾ അന്ധകാരത്തിൻ്റെതാണ്. യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു, സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള സന്തോഷത്തിൻ്റെ വാർത്ത ഞങ്ങൾ അറിയിക്കുന്നു, ജോയ് ടു ദ വേൾഡ് എന്ന് പ്രഘോഷിക്കുന്ന കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്ന പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ ദേശത്തൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഇങ്ങനെ ഭ്രാന്ത് കാട്ടുന്ന വെറുപ്പുണ്ടാക്കുന്നവർക്ക് എന്താണ് നാം പറയേണ്ടുന്നത്? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിസ്തുവിന്റെ സുവിശേഷം ദൈവം നമ്മോട് കൂടെയാണ്, അവൻ നമ്മോട് കൂടെ നമുക്ക് വേണ്ടി കൂടെയുണ്ട് എന്നുള്ള സന്ദേശം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും മുന്നോട്ട് വരുന്നുണ്ട്. അതേസമയം ക്രിസ്തു വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെയും ജീവിക്കുന്നവരെയും തടസ്സപ്പെടുത്തുവാനും വിശ്വാസികൾക്ക് നേരെ പല കാരണങ്ങളാൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നവരുടെയും എണ്ണവും ഇന്ന് നാം കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നവർ ബുദ്ധിസ്ഥിരതയില്ലാത്തവരാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അവർ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം BJPക്കില്ല. ഇത്തരം കേസുകൾ മുന്നിലെത്തിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എതിരെ നടപടി എടുക്കണം. 1.4 ബില്യൺ ഇന്ത്യൻസിലുള്ള ഈ രാജ്യത്തിൽ ചില കാര്യങ്ങളെല്ലാം നടക്കും, ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലർ തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ? ക്രിസ്മസ് ദിനം ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് വിഷമമുള്ള സംഗതിയാണല്ലോ. എന്നാൽ നമുക്ക് കേരളത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ ചില കാഴ്ചകൾ കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. സ്നേഹത്തിൻ്റെയും സഹജീവിതത്തിൻ്റെയും പങ്കിടലിൻ്റെയും പകുത്തുകൊടുക്കലിൻ്റെയും ചില സ്നേഹക്കാഴ്ചകളാണ്. ഈ റെയിൻഡിയറുകളെ പൂട്ടിയ മഞ്ഞുവണ്ടിയിൽ തെന്നിപ്പാഞ്ഞു വരുന്ന സെന്റ് നിക്കോളാസിൻ്റെ പ്രതിരൂപമായ സ്നേഹദൂതൻ നമ്മുടെ സാന്താക്ലോസ് അപ്പൂപ്പനും പിന്നെ പറശ്ശിനി മടപ്പുരയിലെ ദ്രാവിഡ ശൈവ സങ്കല്പമായ മലയാളത്തിൻ്റെ പൊന്നുമുത്തപ്പനും. ഇത് മതാതീത മാനവികതയുടെ കേരളത്തിൻ്റെ ക്രിസ്മസ്. അതുകൂടി കാണാം. പോകാതെ
കോട്ടയം കുമരകത്തെ കൊച്ചിയിടവട്ടം ശിവദാസന്റെ വീട്ടിൽ ശബരിമലയ്ക്ക് പോകുന്നതിന്റെ ഭാഗമായി ഭജന നടക്കുകയായിരുന്നു. അവിടേക്ക് ഒരു കരോൾ സംഘം എത്തി. പിന്നീട് നടന്നത് ഇങ്ങനെയാണ്, അതുകൂടെ കാണാം. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് അയവുണ്ടോ? അത് കൂടി വരികയാണോ? അക്കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 2014 മുതൽ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണം വർദ്ധിക്കുകയാണ്. 10 വർഷത്തിനിടെ രാജ്യത്ത് ക്രൈസ്തവ വിഭാഗങ്ങളോടുള്ള ആക്രമണങ്ങൾ 500% വർദ്ധിച്ചു എന്നത് ക്രൈസ്തവ അവകാശ സംഘടനയായ കൺസേൺഡ് ക്രിസ്ത്യൻ സിറ്റിസൺസ് ഓഫ് ഇന്ത്യയുടെ പഠനം. 2014 130 ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത് 2024 843 അതിക്രമങ്ങളായി വർദ്ധിച്ചു. 2014 മുതൽ 24 വരെ 10 വർഷത്തിനിടയ്ക്ക് 4356 ആക്രമണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 2024 ക്രൈസ്തവർക്കെതിരെ പ്രതിദിനം 2 എന്ന നിലയ്ക്ക് ആക്രമണങ്ങൾ നടന്നു എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട്. 2024 ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ഇത് പ്രതിദിനം 3 എന്ന നിലയിലേക്ക് വർദ്ധിച്ചു. 2024 ഡിസംബർ 23 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ മാത്രം 23 ക്രൈസ്തവർക്ക് നേരെ ആക്രമണമുണ്ടായി. 2023 734 അതിക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ രാജ്യത്തുണ്ടായത്. UP, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടക്കുന്നത്. ക്രൈസ്തവർക്ക് നേരെയുള്ളതിൽ 76.9% ആക്രമണങ്ങളും ഈ സംസ്ഥാനങ്ങളിലാണ്. ഇതിൽ 31% ആക്രമണങ്ങൾ UPയിലും 22% ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ മാത്രം 2020 നവംബർ മുതൽ 2024 ജൂലൈ 31 വരെ മതപരിവർത്തനം ആരോപിച്ച് 835 കേസുകൾ എടുത്തിട്ടുമുണ്ട്. രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് പലയിടത്തും വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുന്നത് എന്നതുകൂടിയുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുകയും കത്തിക്കുകയും ചെയ്യുക, മതപരിവർത്തനം ആരോപിച്ച് കള്ളക്കേസിൽ കൊടുക്കുക, സുവിശേഷ സംഘത്തെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുക, ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുക, കരോൾ സംഘങ്ങളെ ആക്രമിക്കുക, ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 10 വർഷത്തിനിടെ ക്രൈസ്തവർക്കെതിരെ നടന്ന അതിക്രമങ്ങളുടെ കണക്ക് കൂടി വളരെ പെട്ടെന്ന് പരിശോധിക്കാം. 2015 177 അതിക്രമങ്ങൾ, 2016 208, 2017 240, 2018 292, 2019 328, 2020 270, 2021 505, 2022 599, 2023 720, 2024 834 അതിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സനീഷ്, ഈ ഡാറ്റ തന്നെ വിശദമായി പരിശോധിച്ചാൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും നൽകാൻ നമുക്കുണ്ട്. അപ്പോൾ ഇതാണ് രാജ്യത്തെ പൊതുസ്ഥിതി. ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരുടെ കാര്യം എടുത്താൽ വളരെ പരസ്യമായി തന്നെ കാസ പോലെയുള്ള സംഘടനയൊക്കെ BJPക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച് സംഘപരിവാറിനൊപ്പം കൂടുന്നതാണ് ഇനി അങ്ങോട്ട് ശരി എന്നുള്ള ഒരു ബോധ്യത്തിൽ നിൽക്കുന്ന കാലത്താണ് കേരളത്തിന് വെളിയിലേക്ക് ഈ മട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിലും ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിശ്ചയമായിട്ടും ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരുടെ ഒരു പ്രസ്താവനയാണല്ലോ നമ്മുടെ മുമ്പിൽ പ്രധാനമായിട്ടും ഉള്ളത്. കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ BJPയുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് വട്ടുള്ള ആളുകളാണ് ഇത് ചെയ്തത്. എനിക്ക് അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തോട് അനുകൂല അഭിപ്രായവുമുണ്ട്, എന്നാൽ ചില വിയോജിപ്പ് പോകുന്ന കാര്യങ്ങളുണ്ട്. ആദ്യം അനുകൂല അഭിപ്രായമുള്ളത് വട്ടുള്ള ആളുകളാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വസ്തുതയാണ്. കാരണം വട്ടില്ലാത്ത ആളുകൾ അവിടെ ആഘോഷിക്കുന്നതിനും ഉത്സവം നടത്തുന്നതിനും എന്തിനാണ് മറ്റുള്ളവർ ചെന്നിട്ട് ഉപദ്രവിക്കുന്നത് എന്ന കാര്യം, അത് ഒരല്പം പ്രാന്തും വട്ടും ഒക്കെയുള്ള ആളുകളല്ലേ ചെയ്യൂ, നോർമൽ അല്ലാത്ത മനുഷ്യരെ ഇത് ചെയ്യൂ. അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുന്ന ഒരു പള്ളിക്ക് മുമ്പിൽ ഹനുമാൻ ചാലിസ ചൊല്ലുക കുറേ ആളുകൾ. എന്താ ഇവർക്കൊന്നും വേറെ പണിയില്ലേ? അതായത് എന്തിനാണ് പോയി ചൊല്ലുന്നത്? ഒരു മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന ഒരു ദിവസം അവർ ആഘോഷിക്കുന്നു. അവർ കുടുംബമായിട്ട് വരുന്നു, കുട്ടികളായിട്ട് വരുന്നു. അവിടെ ചെന്നിട്ട് ഈ അവരവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു കാര്യം ചൊല്ലേണ്ടുന്ന വല്ല കാര്യമുണ്ടോ? അങ്ങനെ എന്തിനാണ് ചെയ്ത്? കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്ന്. പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഹനുമാൻ ചാലിസ അല്ലെങ്കിൽ ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശ്വാസപൂർവ്വം നമ്മൾ സ്നേഹത്തോടെയും ആദരവോടെയും ഒക്കെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചൊല്ലുന്ന കാര്യങ്ങളല്ല. അത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ, മറ്റൊരു ദേവാലയത്തിന് മുന്നിൽ, മറ്റൊരു മതവിശ്വാസികളുടെ കൂട്ടത്തിനകത്ത് പോയിട്ട് ചെയ്യേണ്ടുന്ന വല്ല കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അബ്നോർമലായിട്ടുള്ള ആളുകളാണ്, വട്ടുള്ള ആളുകളാണ്. പക്ഷേ ആ വട്ടിന് ഈ രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെയല്ല. ആ വട്ടിന് രാഷ്ട്രീയം എന്നുകൂടെ നമ്മൾ കാണണം.
ഈ വട്ട് രാഷ്ട്രീയത്തിലുണ്ടാകുന്ന വട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുകയും ഈ സാന്താക്ലോസിൻ്റെ പ്രതിമകൾ തകർക്കുകയും ഈ മാളിൽ കയറി അഴിഞ്ഞാടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ നോർമലായ മനുഷ്യരാണ്. സാധാരണഗതിയിൽ അവരവരുടെ വീട്ടിൽ പോകുന്നു, അവരുടെ കുട്ടികളെ ലാളിക്കുന്നു, വീട്ടിലുള്ള ഭക്ഷണം കഴിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു. നമ്മളെല്ലാം ജീവിക്കുന്നത് പോലെ, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളെല്ലാം ജീവിക്കുന്ന പോലെ സാധാരണഗതിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്, നോർമൽ പീപ്പിളാണ്. അവർ അബ്നോർമൽ ആകുന്നത് ഈ രാഷ്ട്രീയം അവരുടെ അകത്ത് കയറുന്നത് കൊണ്ടാണ്. എന്താണ് ആ രാഷ്ട്രീയം? ആ രാഷ്ട്രീയം ഞങ്ങളുടെ മതമാണ് കേമം, ഈ രാജ്യം മുഴുവൻ ഹിന്ദുക്കൾക്ക് മാത്രം ഉള്ളതാണ്, ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അവരുടെ ആഘോഷങ്ങളെല്ലാം നമ്മൾ തച്ചു തീർക്കണം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം അവർക്കുള്ളിൽ കയറുന്നത് കൊണ്ടാണ് ഈ വട്ടുണ്ടാകുന്നത്. ആ രാഷ്ട്രീയം തന്നെയാണ് ആ വട്ട് എന്ന് ആദ്യം അദ്ദേഹം അടക്കമുള്ള ആൾ തിരിച്ചറിയണം. എന്നിട്ട് ആ രാഷ്ട്രീയത്തെ നോർമലൈസ് ചെയ്യാനുള്ള, തിരിച്ചിടാനുള്ള പണി ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ ചെയ്യണം. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെയും കൂടെ നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയിട്ട് പള്ളിയിൽ ദീർഘമായിട്ടുള്ള സമയത്ത് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചടങ്ങിൽ പങ്കെടുത്താൽ മതിയോ? അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ബഹളവും കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു പ്രസ്താവനയെങ്കിലും പ്രധാനമന്ത്രി നടത്തേണ്ടത്, അല്ലെങ്കിൽ ഈ BJPയുടെയും RSSൻ്റെയും നേതാക്കൾ നടത്തേണ്ടത്. എന്തുകൊണ്ടാണ് അവരുടെ ഉത്തരവാദിത്തമായി മാറുന്നത്? അവരുടെ ആളുകളാണ് ഈ തല്ലിപ്പൊളിക്കുന്നത്. ഇപ്പോൾ വട്ടുള്ള ആളുകളെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഈ മനുഷ്യർ ആരാണ് ഹർഷ? അവർ ബജ്രംഗ് ദളുകാരാണ്, വിശ്വ ഹിന്ദു പരിഷത്തുകാരാണ്. നമ്മൾ വിക്കിപീഡിയയിൽ ചെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആരാണ് ബജ്രംഗ് ദളുകാർ? ബജ്രംഗ് ദൾ എന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാം? ഇറ്റ്സ് എ മെമ്പർ ഓഫ് സംഘ് പരിവാർ ലെഡ് ബൈ ദി രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് കാണാം. അത് സംഘപരിവാറിൻ്റെ കുടുംബത്തിലൊരു അംഗമാണ് ബജ്രംഗ് ദൾ, ലെഡ് ബൈ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS. RSSൻ്റെ അധ്യക്ഷനാണ് മോഹൻ ഭഗവത്. മോഹൻ ഭഗവതിൻ്റെ അടുത്ത RSSൻ്റെ കീഴിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. RSS മുകളിൽ നിൽക്കുന്ന ഒരു ടോപ്പ് അംബ്രല്ല സംഘടനയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു സംഘടനയാണ് BJP രാഷ്ട്രീയ സംഘടന, മറ്റൊരു സംഘടനയാണ് BHP. ഈ BHPയുടെ യുവജനങ്ങളുടെ സംഘടനയാണ് ബജ്രംഗ് ദൾ. എന്ന് വെച്ചാൽ RSSൻ്റെ സംഘടനയാണിത്. രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന വട്ടുള്ള കൂട്ടര്, പ്രാന്തായ മനുഷ്യർ, അദ്ദേഹത്തിൻ്റെ തന്നെ സംഘടനയായുള്ള രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ പ്രവർത്തകരാണ് എന്ന് വളരെ എളുപ്പത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യമാണോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് ഫോൺ എടുത്തിട്ട് മോഹൻ ഭഗവത് എന്ന അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയുടെ അധ്യക്ഷനെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുകൂടെയുള്ള അധ്യക്ഷനെ ഒന്ന് വിളിക്കുക. മോഹൻ ഭഗവത് ജി ഒന്ന് വിളിച്ച് നമ്മുടെ ആളുകളോട് ബഹളവും പ്രശ്നവും ഉണ്ടാക്കരുത്, മറ്റു മതങ്ങൾ അവരുടെ പരിപാടികളിലൂടെ നടത്തിക്കൊള്ളട്ടെ, ഈ രാജ്യം ഒരു ബഹുസ്വരതയാർന്ന രാജ്യമാണല്ലോ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പ്രധാനമന്ത്രി ഇത്രമാത്രം വലിയ അക്രമ സംഭവങ്ങൾ ഈ ക്രിസ്മസ് നാളുകളിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വായിച്ചില്ലേ? അത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഒരു വർത്തമാനം ഇതിനെതിരെ പറയാൻ തയ്യാറായിട്ടുണ്ടോ? അതായത് നമ്മുടെ രാജ്യം ബഹുസ്വരതയാർന്ന സെക്കുലർ രാജ്യമാണ്, എല്ലാ മതങ്ങൾക്കും അതിനകത്ത് ഒരേ അവകാശങ്ങളാണുള്ളത്, അങ്ങനെയാണ് ഞാൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് എന്നൊരു വാക്ക് പറയാൻ പ്രധാനമന്ത്രി തയ്യാറായോ? മോഹൻ ഭഗവത് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ അദ്ദേഹത്തിൻ്റെ ആളുകളാണ്, മോഹൻ ഭഗവതിൻ്റെ ആളുകളാണ് ഈ പറയുന്നത് തല്ലിപ്പൊളിക്കുന്നത്. ഞാനിത് പറഞ്ഞാൽ എനിക്കിതിനെ കേസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം വസ്തുതയാണത്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് അവിടെ പോയിരിക്കുന്നത്. ആ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് വട്ടാണ് എന്ന് ഇവിടുത്തെ BJP അധ്യക്ഷൻ പറയുന്നുമുണ്ട്. എന്നാൽ പിന്നെ അവരുടെ വട്ട് മാറ്റിക്കൊടുത്താൽ പോരെ? ആ രാഷ്ട്രീയത്തൊക്കെ തലേന്ന് കളഞ്ഞാൽ പോരെ? അതവർ ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ കാര്യം. ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാവങ്ങളോടും അപരിചിതരോടും ദയവോടെ പെരുമാറുക എന്നാണ് പോപ്പ് ഈ ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് പ്രസ്താവനയിൽ പറഞ്ഞത്. പാവങ്ങളോടും അപരിചിതരോടും സ്ട്രേഞ്ചേഴ്സിനോടും നല്ല ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുക, ദയവോടെ പെരുമാറുക. അതാണ് ക്രിസ്മസിൻ്റെ ആയിരത്താണ്ടുകൾ നീണ്ട ഈ ക്രിസ്മസിൻ്റെ കഥ ആളുകളെ ബോധ്യപ്പെടുന്ന, വിശ്വാസികളെ ബോധ്യപ്പെടുന്ന അതാണ്. നിങ്ങൾ മറ്റുള്ളവർ, അദ്ദേഹം ഗാസയും മറ്റു കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇതുപോലെ ക്രൂരമായൊരു ലോകത്ത് അസഹിഷ്ണുത കാണിക്കരുത്, സ്ട്രേഞ്ചേഴ്സിനോടും നല്ല തോതിൽ പെരുമാറണം എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതും നമ്മുടേതുപോലെ വളരെ ബഹുസ്വരതയാർന്ന വളരെ വലിയൊരു രാജ്യത്തിനകത്ത് ഇത് നടക്കുന്നത്. ക്രിസ്മസ് പോലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉത്സവം, ആ ഉത്സവ ദിനം അതിൻ്റെ വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ആഘോഷിക്കും. ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചു, ഹർഷൻ ആഘോഷിച്ചു. നമ്മൾ ഈ പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളാണോ? അല്ല. ലോകത്തിൻ്റെ ആകെ ആരാധന അല്ലെങ്കിൽ ഉത്സവമായിട്ട് മാറിയ ഒരു സംഗതി ലോകം മുഴുവൻ ആഘോഷിക്കുന്നു, ഇവിടെയും ആഘോഷിച്ചു. പക്ഷേ ആ ആഘോഷം തടയാൻ കുറേ ഹൂളിഗന്മാർ പുറപ്പെട്ടു പോവുക, കുറേ വട്ടന്മാർ വരിക. BJP അധ്യക്ഷൻ്റെ വാക്കാണ് ഞാൻ പറയുന്നത്. ആ വട്ടന്മാർ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളാവുക. ആ രാഷ്ട്രീയ കക്ഷിയുടെ അധ്യക്ഷനോ പരമോന്നത നേതാവോ നിങ്ങൾ നിർത്തൂ എന്ന് പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. പക്ഷേ അത് പറയുന്നില്ല എന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ അടക്കമുള്ള BJP പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, രാജീവ് ചന്ദ്രശേഖർ വട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന അബ്നോർമൽ അവസ്ഥ അവരുടെ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. അതവരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കമ്മ്യൂണിസ്റ്റുകളോടും ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും നിങ്ങൾ ഇവിടെയുള്ള ആളുകളല്ല, ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുന്നു പറയുന്ന രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എന്ന് തിരുത്തുന്നോ അന്നേ ഈ കാര്യം നടക്കൂ.
പ്രധാനമന്ത്രിയുടേത് അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് വന്നത്. എന്തൊരു ഭംഗിയാണത്. പ്രധാനമന്ത്രിയെ കാണാൻ നല്ല ഗ്രേസ് ഉണ്ട്. ഈ പറയുന്ന ഈ ക്രിസ്ത്യാനിറ്റിയുടെ കളർഫുൾനെസ്, വളരെ റിച്ച് ആയിട്ടുള്ള കളറ്, പ്രത്യേകിച്ചും ക്രിസ്മസിൻ്റെ റിച്ച്ഫുൾ നെസ്സിനെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പ്രധാനമന്ത്രി അതിനകത്ത് നിൽക്കുന്നത്. പക്ഷേ ഈ വിഷ്വൽസിനകത്ത് വളരെ ഗംഭീരമായിട്ട് നിന്നാൽ മാത്രം പോരാ. അങ്ങനെ നിൽക്കാനുള്ള അവകാശം മുഴുവൻ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഈ ആഘോഷം നടത്താൻ അദ്ദേഹത്തിന് എന്ന പോലെ തന്നെ മറ്റെല്ലാവർക്കും അവകാശം വാങ്ങിച്ചു കൊടുക്കുക എന്ന കാര്യമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. അതാണ് BJP അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത്. BJPയുടെയും മാതൃസംഘടന എന്ന നിലയ്ക്ക് RSS ചെയ്യേണ്ടത് അതാണ്. RSS അവരുടെ ആളുകളോട് വിളിച്ചിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ ബജ്രംഗ് ദളുകാരെ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ VHPക്കാരെ എന്ന് അവരോട് പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഹർഷ, പക്ഷേ അവരത് പറയുമെന്ന്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അത് ആക്രമിച്ചത് ഒരു BJPക്കാരനാണ്, RSS പ്രവർത്തകനാണ് എന്ന വാർത്ത വരുമ്പോൾ അതിൽ MT രമേശിൻ്റെ പ്രതികരണം കണ്ടു. അയാൾ ക്രിമിനലാണ്, അയാൾ BJP പ്രവർത്തകനായാലും ക്രിമിനലാണ്, അയാളെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നതാണ് MT രമേശിൻ്റെ പ്രതികരണം. BJP നേതൃത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ പറയാൻ ഷോൺ ജോർജ് പറഞ്ഞത്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, അദ്ദേഹം പറയുന്നത് കള്ളു കുടിച്ചിട്ട് പള്ളി അറിയാതെ കരോൾ ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുകൊള്ളും എന്നാണ്. ഏത് 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ കള്ളു കുടിച്ചിട്ട് നടത്തി എന്നാണ് ആരോപിക്കുന്നത്. കൃഷ്ണകുമാർ, പാലക്കാട്ടെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന നേതാവ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കള്ളു കുടിച്ചിട്ടാണ് എന്നാണ്. അതായത് എന്താണെന്ന് പോലും അന്വേഷിക്കാതെ പ്രതികരണം നടത്തുകയാണ് അവർ രണ്ടുപേരും ചെയ്തത്. എന്നാൽ MT രമേശ് കുറേ കൂടി ഉത്തരവാദിത്വം കാണിച്ചു. അതുകൂടെ പറയണമല്ലോ നമ്മൾ. അതുകൊണ്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എന്താണ്, വട്ടന്മാരാണ് ഈ ഇത് നടത്തുന്നത്. സനീഷ് അത് വിശദമായി പറഞ്ഞു. അതായത് ഈ രാഷ്ട്രീയ ധാര പിൻപറ്റുന്നവരും ഈ ആശയധാര പിൻപറ്റുന്നവരുമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതെങ്ങനെ എളുപ്പത്തിൽ തീർത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സനീഷ്, നമ്മൾ പലപ്പോഴും ഓർഗനൈസറിൽ ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെ വരുന്ന ലേഖനങ്ങൾ വാർത്തയാവാറുണ്ട്. ഇത്തവണ എന്തുകൊണ്ടോ അത് വാർത്തയായില്ല. ഞാനിങ്ങോട്ട് കയറുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് പരിശോധിച്ചതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു വാർത്ത വന്ന് കിടപ്പുണ്ട് ഓർഗനൈസറിൽ. ഇന്ന് മാത്രമല്ല, ഇന്നലെയും. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീർബൽ ദിവസ് 2025 വെൻ ക്രിസ്മസ് സെലിബ്രേഷൻസ് റീപ്ലേസസ് റിമെമ്പറൻസ്, പഞ്ചാബ് അറ്റ് എ സിവിലൈസേഷണൽ ക്രോസ് റോഡ്സ്. ഇന്നത്തെ ലേഖനമാണ്, ഇന്ന് വന്നിരിക്കുന്ന ലേഖനം. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഡിസംബർ 26 ചാർ സാഹിബ് സാദയുടെ, അതായത് ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ 4 പുത്രന്മാരുടെ രക്തസാക്ഷിത്വത്തെ ആചരിക്കുന്ന ദിവസമാണ്. എന്ന് 25 അല്ല, 26 പക്ഷേ എന്തിനാണ് ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ ഏർപ്പെടാതിരിക്കുന്നത് എന്നുള്ളത് പഞ്ചാബിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്. അതായത് അവിടെ കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്, തരക്കേടില്ലാതെ ഇത് ആഘോഷിച്ച് പോവുകയാണ്, അവിടെ വലിയ അതിക്രമങ്ങളൊന്നുമില്ല. അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസറിൽ RSSൻ്റെ മുഖപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനത്തെക്കുറിച്ചായി പറയുന്നത്, ഇന്ന് വന്നിരിക്കുന്ന ലേഖനത്തെക്കുറിച്ച്. എന്നിട്ട് ബാക്കി പറയുന്നതാണ്. ബാക്കി ലേഖനത്തിലേക്ക് പോയാൽ, എന്നാൽ ഇന്ന് പഞ്ചാബിലെ പലരും വീർബാൽ ദിവസ് ക്രമേണ മറന്നു പോവുകയും സ്വന്തം ചരിത്രത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു. സിഖുകാർ സ്വന്തം യഥാർത്ഥ ചരിത്രത്തെ പണയപ്പെടുത്തി ക്രിസ്മസ് ആഘോഷിക്കുന്നത് കാണുന്ന ആയിരക്കണക്കിന് വീഡിയോകൾ പുറത്തു വരുന്നു. ഇത് ലജ്ജാകരം മാത്രമല്ല, ദുഃഖകരവുമാണ്. അതായത് മറുവശത്ത് സീസണൽ ആഘോഷങ്ങളുടെ ആരവങ്ങളിൽ അവരുടെ തിളക്കമാർന്ന രക്തസാക്ഷിത്വം നിശബ്ദമായി പൊതുജന സ്മരണയുടെ അരികുകളിലേക്ക് തള്ളപ്പെടുന്നു. ഇതാണ്, ഞാനത് മലയാളത്തിലാക്കിയിട്ട് പറഞ്ഞതാണ്, ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന ഓർഗനൈസറിലെ ലേഖനമാണ്. അതായത് ഇത് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനമാണ്. പഞ്ചാബിൽ ഇതുവരെ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. അവിടേക്കുള്ള ഡോഗ്സിലാണ് ഇന്ന് ഓർഗനൈസർ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ഈസ് ക്രിസ്മസ് എ കോപ്പി ഓഫ് ഹിന്ദു ഫെസ്റ്റിവൽസ്. ഇതാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഓർഗനൈസറിലെ ലേഖനം. ഡിസംബർ 24, 2025. ക്രിസ്മസിൻ്റെ തീയതികളിൽ ഈ വിളക്കുകളും സമ്മാനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം ഹിന്ദു ഉത്സവങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്നതാണ് അതിനെക്കുറിച്ച് വിശദമായി പറയുന്നത്. അത് എവിടെ നിന്ന് അങ്ങോട്ട് പോയ, വേറെ എവിടെയോ പോയ ഒരാൾ പഴയ ഏതോ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് രേഖകളും ചരിത്രമൊക്കെ വെച്ചിട്ടാണ് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത് എവിടെ ചെയ്യുന്നതാണ്? ഇത് RSS ചെയ്യുന്നതാണ്. അപ്പോൾ RSS ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്രിഞ്ച് സംഘടനകളായിട്ടുള്ള ഈ ബജരംഗ് ദൾ ആയിക്കോട്ടെ, ഹനുമാൻ സേനയായിക്കോട്ടെ, അങ്ങനെ ശ്രീരാമസേന ആയിക്കോട്ടെ, ഇങ്ങനെ 1,900 സേനകൾ വേറെയുണ്ട്. ഓരോ പ്രദേശത്തേക്കും വേണ്ടത് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിതുപോലെ ഓരോ കുഴപ്പം കാണിക്കും. വളരെ പെട്ടെന്ന് അവരെ കൈയൊഴിയാം. അയ്യോ, അവർ ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റും. പെട്ടവരാണ് എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് വേണ്ടല്ലോ. ഈ പറയുന്ന ഓരോ ക്രിസ്മസ് കാലത്തും ഇതിന് ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഗുരുതരമായ ലേഖനങ്ങൾ വേറെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ വന്ന ലേഖനമാണ് ഡിസാസ്ട്രസ് സെലിബ്രേഷൻസ് ഓഫ് ക്രിസ്മസ് ന്യൂ ഇയർ
എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഖനം ഇതിനു മുമ്പ് കിടപ്പുണ്ട്. അതായത് മെറ്റീരിയലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് സംഗതികളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് ആ മട്ടിൽ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല പിന്നെ സാന്താസ് കാർബൺ ഫുഡ് പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു, അതായത് ഫ്രം ട്രീ കട്ടിംഗ് ടു ഫുഡ് വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഖനം വന്നിട്ടുണ്ട്. അതായത് ക്രിസ്മസിനെതിരെ മാത്രം വന്ന ലേഖനങ്ങളെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ അതാണ് ക്രിസ്മസ് ന്യൂ ഇയർ നെയ്തർ സോ മെറി നോർ സോ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഖനം. ക്ലീൻ ക്രിസ്മസ് വേഴ്സസ് പൊല്യൂട്ടിങ് ദീപാവലി. അതായത് ദീപാവലിയിൽ വലിയ ഈ എന്താണ് മലിനീകരണം നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ക്രിസ്മസിനെ കുറിച്ച് അങ്ങനെ വരുന്നില്ലല്ലോ. ഇതെല്ലാം എഴുതുന്നത് ആരാണ്? ഓർഗനൈസറാണ്. ഒരൊറ്റ ആഘോഷ ദിവസത്തിനെതിരെ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനങ്ങളാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഈ സാന്താ ക്യാപ്പുകൾ വഴി മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതായത് ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു രൂപമാണ്. സാന്താ ക്യാപ്പുകൾ വഴി മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വന്നിരിക്കുന്ന ലേഖനമാണ് ഡിസംബർ 25, 2025 വന്നിരിക്കുന്ന ലേഖനം. ഈ രീതിയിലാണ് ഓർഗനൈസർ ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ RSS ഈ കാര്യങ്ങൾ താഴെത്തട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയവരെല്ലാം വട്ടന്മാരാണെന്ന് തന്നെ ആയിരിക്കുമല്ലോ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നവരും വട്ടന്മാർ, ഓർഗനൈസറിൽ ഇത് എഴുതിയിരിക്കുന്നത് വട്ടന്മാരാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ പരാതിയില്ല. ഇക്കാര്യത്തിൽ പ്രായോഗിക ബുദ്ധിയുള്ള നേതാക്കന്മാർ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പോലെ MT രമേശിനെ പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ BJPയിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഷോൺ ജോർജിനെ ഒരു കാര്യം ഉണ്ടായതേ, കഴിഞ്ഞ വർഷം ഇവർ പിന്നെ ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങണം എന്നുള്ളതുകൊണ്ട് അരമനകളിലേക്ക് പോയാൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് MT രമേശായിരുന്നു. ഒറ്റ വർഷം കൊണ്ട് നേരെ തിരിച്ചിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അതെ അതെ അതെ. പിന്നെ ഇനി ഇത് വേറൊരു കാര്യം, കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ ഇവിടെ കേരളത്തിലെ സന്തോഷകരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു, അതേക്കുറിച്ച് പറഞ്ഞു. നമ്മൾ പറയാതെ പോയൊന്നുണ്ട്. ആർലേക്കർ അവിടെ ഇന്ന് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അവധി കൊടുത്തിട്ടില്ല. രാജ്ഭവനല്ല, അതിൻ്റെ പേര് മാറ്റി ലോക്സഭയിലല്ലോ, എന്താണ് ലോക് ഭവൻ, അത് തന്നെ. അപ്പോൾ ലോക് ഭവൻ എന്ന് പേര് മാറ്റിയത് കൊണ്ട് കാര്യമില്ല. രാജ്ഭവന്റെ പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കിയത് കാര്യമില്ല. ഇന്ന് ലോക് എന്ന് വെച്ചാൽ ജനങ്ങൾ എന്നാണ്. ലോക് ബ്രാക്കറ്റിൽ മൈനസ് ക്രിസ്ത്യൻ മുസ്ലിം ബ്രാക്കറ്റിൽ ഭവൻ അങ്ങനെയാണ്. അത് മാത്രമല്ല, സാധാരണ ഇതിപ്പോൾ വാജ്പേയിയുടെ ജയന്തി ആഘോഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിലും അവധി കൊടുത്ത് ആഘോഷിച്ചാൽ പോരാ. അങ്ങനെയല്ല, ഇവിടെ വന്നിരുന്നോണം. അതായത് വാജ്പേയി ജയന്തിയാണ്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരണം. അതായത് ക്രിസ്മസിന് ഒരു തരത്തിലും വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല, അവധി കൊടുക്കില്ല എന്നുള്ള തീരുമാനം ഗവർണർ ആർലേക്കർ കൈക്കൊണ്ടിട്ടുണ്ട്. ചന്ദ്രശേഖരന്റെ പ്രയോഗം ഒന്ന് നീട്ടിപ്പിടിച്ചാണ്ടല്ലോ, വ്യാഖ്യാനിച്ചാൽ ആർലേക്കറിലേക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ആർലേക്കർ ഇത് ഇവിടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇത്രയും സമാധാനത്തോടെ, സന്തോഷത്തോടെ, സഹവർത്തിത്വത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന കേരളത്തിൽ ഒരു മൂലയിലിരുന്ന്, അത് തലസ്ഥാനത്തിരുന്നിട്ട് വലിയ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ആർലേക്കറാണ്, ഗവർണറാണ്. ഗവർണർ ഈ ഇവിടുത്തെ സമാധാനവും സഹവർത്തിത്വവും സന്തോഷവും ഈ എന്താണ് പരസ്പര സഹകരണവും എല്ലാം നശിപ്പിക്കാനുള്ള പണിയാണ് ഇവിടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇതെന്താണ് ഗവർണറും ആഗ്രഹിക്കുന്നത്? എന്താണ് ഇതിങ്ങനെ ചർച്ച ചെയ്യണം, മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ചർച്ച ചെയ്യണം. അങ്ങനെ ഇത് ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് ക്രൈസ്തവർക്കെതിരെ കൂടിയുള്ള നമ്മളുടെ നിലപാട് പ്രത്യയശാസ്ത്രപരമായി നമ്മളിത് അവതരിപ്പിക്കുകയാണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇവർ ലക്ഷ്യമിടുന്ന ഹിന്ദു വിഭാഗക്കാർക്കിടയിൽ ആ വെറുപ്പും വെറിയും കൊണ്ടുവരണം. അതിനുള്ള പണിയാണ് ആർലേക്കർ എടുക്കുന്നത്. അതിനകത്ത് എന്താ സംശയം? അതാണ്. അപ്പോൾ ആ പണി എടുത്തിട്ട് പിന്നെ ഇതെല്ലാം വട്ടന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ വട്ടന്മാരെ പിടിച്ച് പൂട്ടിയിടാനുള്ള ശേഷി ഉണ്ടാവണം, അതല്ലെങ്കിൽ ഇതേക്കുറിച്ച് മിണ്ടാതിരിക്കണം. അതല്ല, ഇതാണ് ഇതിനകത്ത് വേണ്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഒരു നല്ല ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നല്ല വളരെ കളർഫുള്ളായ വളരെ റിച്ചായ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നു, 2 മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ഈ ഇന്ത്യ മുഴുവൻ നടക്കുന്ന, ഇന്ത്യ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന ഈ പരിപാടിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം പ്രധാനമന്ത്രിക്ക് പറയാനുണ്ടോ? പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒന്നും കമൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതിനകത്ത് ഒറ്റ കാര്യമുള്ളത്, ബൈബിൾ വചനങ്ങളിലൊന്ന് ഇവരെല്ലാവരും കൂടെ നന്നായിട്ട് പാലിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എന്താണ്, ആശ്വസിപ്പിക്കാൻ വേണ്ടി മുറിവേൽപ്പിക്കുന്നവനാണ് ദൈവം എന്നതുപോലെ ഇവർ തന്നെ പോയിട്ട് മുറിവേൽപ്പിക്കുകയും ചെയ്യും, ഇവർ തന്നെ പോയിട്ട് ആശ്വസിപ്പിക്കുന്നതായിട്ട്, അത് വട്ടന്മാരല്ലേ എന്ന് പറയുന്നതായിട്ട് കാണും. ആ ഒരു ബൈബിൾ വചനം ഈ കാര്യത്തിലെല്ലാം കൂടെ ഇവർ പ്രാവർത്തികമാക്കും. ഇതുണ്ടാക്കുന്ന കുഴപ്പം, അതായത് ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ആഘോഷമാണ്. ഇത് ഏതെങ്കിലും ഒരു പോക്കറ്റിലുണ്ടാകുന്ന ആഘോഷമല്ല. ആ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഈ ക്രിസ്മസ് എന്നുള്ള സങ്കല്പത്തെ സമ്പൂർണ്ണമായി തള്ളിപ്പറയുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ വേറെയുണ്ട്. അവർ പോലും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഇതൊരു ആഘോഷമാണ്. മനുഷ്യൻ ആത്യന്തികമായി ജനിച്ചു മരിക്കുന്നവന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഇത്തരം ആഘോഷങ്ങളൊക്കെ വരുന്നതാണ്. ആ ആഘോഷങ്ങളാണ് പ്രത്യേകിച്ച് പുതുവത്സരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആഘോഷം എന്ന നിലയ്ക്ക് നന്നായി ആഘോഷിച്ച് അവരത് മുമ്പോട്ട് കൊണ്ടുപോകും. ആ ആഘോഷത്തിന് നേരെ ഇന്ത്യയിലെമ്പാടും ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇത് ലോകത്തിന് മുന്നിൽ ഈ രാജ്യത്തിന് ഉണ്ടാക്കി വെക്കുന്ന നാണക്കേട് എത്ര വലുതാണ്.
അതായത് എല്ലാവർക്കും ഇത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നതും ഈ രാജ്യത്തിൻ്റെ ചരിത്രവും എല്ലാം ഇവിടെ ഈ ഹിന്ദുത്വവാദികൾ വരുന്നതിന് മുമ്പ്, അവർ സ്വപ്നം കാണുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളുണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. കേരളത്തിൽ ഇവിടെ റോമാ സാമ്രാജ്യവുമായി കച്ചവടം നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടെ അഗസ്റ്റസ് സീസറുടെ മുദ്രബോധനം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. അതാണ് കേരളം. അന്നൊന്നും ഹിന്ദുവുമില്ല, ഹിന്ദുത്വവുമില്ല. ആ കാലത്തുള്ളതാണെന്ന് ഓർക്കണം. എന്നിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ കേരളം ഇതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കുക തന്നെ ചെയ്യും. ഗവർണർ അവിടെ കിടന്ന് ഇനി എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും കേരളം ഇതിനെയൊക്കെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ തൽക്കാലം നമുക്ക് പറയാനുള്ളൂ. കേരളത്തിൽ ക്രൈസ്തവരെ ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിൽ ചേർത്ത് നിർത്താൻ സംഘപരിവാർ സംഘടനകൾ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ ശക്തികൾ ഇവർ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ ആക്രമണം പ്രതിദിനം വർദ്ധിക്കുകയാണ്. ക്രിസ്മസ് കരോൾ സംഘങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ആസൂത്രിതമല്ലെന്ന് കരുതാനും കഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനം കുർബാനയിൽ പങ്കെടുക്കുന്ന അതേ സമയത്തും പുറത്ത് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്മസ് ദിനം സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമാക്കി മാറ്റിയതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ ഹിന്ദുത്വ ശക്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട്. കത്തയച്ചും വിഷമതകൾ പങ്കുവച്ചും സഭാ നേതാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയുമാണ്. ആക്രമണങ്ങൾ തടയാൻ ഗൗരവത്തോടെയുള്ള ഒരു ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ തെളിവ് മാത്രമാണ് നമുക്ക് ഈ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ കാണാൻ കഴിയുക. രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വർദ്ധിക്കുകയാണോ എന്ന് RDX പ്രത്യേകിച്ച് ആശങ്കപ്പെടുകയല്ല, RDX ഏതാണ്ട് ഉറപ്പിക്കുകയാണെന്ന് പറയുന്നത്. കാരണം ഈ സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നോർത്ത് ഇന്ത്യയിൽ ഉള്ളത് എന്ന് സഭ തന്നെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിൽ അത് കേവലം ഒരു ആശങ്കയല്ല, അതേതാണ്ട് ഉറപ്പാണ് എന്നതാണ് വസ്തുത.